മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനതാ ന്യൂസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അബ്ദുറഹ്മാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോട്ട ഹിൽ സ്കൂളിലാണ്. നമുക്കറിയാം, സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായി കരാട്ടെ ഗെയിംസിൽ ഉൾപ്പെടുത്തിയത് കാരണത്താൽ വളരെ ആവേശത്തിലാണ് കുട്ടികൾ ഇപ്പോൾ കരാട്ടെ പഠിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നത്. കരാട്ടെ അറിയുന്നവർക്കും അറിയാത്തവർക്കും സ്കൂൾ ഗെയിംസിൽ കരാട്ടെ ഉൾപ്പെടുത്തിയ കാരണത്താൽ എല്ലാവരും കരാട്ടയ്ക്ക് പേര് കൊടുത്തുകൊണ്ട് തന്നെ ഗെയിംസിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ 12 സബ് ജില്ലകളിൽ നടന്ന മത്സരങ്ങളിൽ ചാമ്പ്യന്മാരായവർ, അഥവാ ഓരോ ഇവന്റിലും ഓരോ ആൾ വീതം സെലക്ട് ചെയ്യപ്പെട്ടാണ് ഇന്ന് ഉപജില്ല ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ ഏകദേശം ഈ 12 സബ് ജില്ലയിൽ നിന്നായി മത്സരിച്ച കുട്ടികളായി 209 ചാമ്പ്യന്മാരാണ് കുട്ടികളും അതോടൊപ്പം പെൺകുട്ടികളും ആൺകുട്ടികളുമായി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് ജയിക്കുന്നവരാണ് നേരെ സ്റ്റേറ്റിലേക്കും അതോടൊപ്പം നാഷണലിലേക്കൊക്കെ നമുക്ക് പോകേണ്ടത്. എന്തായാലും ഇതിന്റെ കാഴ്ചകളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. എന്തായാലും ആധുനിക സമൂഹം ഒരു ആരോഗ്യമുള്ള തലമുറയായി വാർത്തെടുക്കണമെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുക്കണമെന്നുള്ളത് ഈ ഒരു അക്കാഡമിക് ലെവലിൽ ഉയർന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കരാട്ടയും എല്ലാ സ്കൂളുകളും ഇപ്പോൾ സ്കൂളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സർക്കാർ സ്കൂളുകളായാലും അതോടൊപ്പം തന്നെ പ്രൈവറ്റ് സ്കൂളുകളായാലും അതിനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഈ സ്കൂൾ ഗെയിംസിന് ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കരാട്ടയ്ക്ക് കൂടുതൽ പ്രാധാന്യവും ഏറെയാണ്. എങ്കിൽ ഈ ചാമ്പ്യൻഷിപ്പ് എങ്ങനെയാണ് ഈ ഒരു ന്യൂസിലൂടെ അവതരിപ്പിക്കുന്നത്? നമുക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളുടെ അഭിപ്രായം, അതോടൊപ്പം പാരന്റ്സിന്റെ അഭിപ്രായം, ഇതിന്റെ സംഘാടകരുടെ അഭിപ്രായം ഒക്കെ നമുക്ക് ചോദിക്കേണ്ടത്. എന്തായാലും ഈ ന്യൂസിലേക്ക് ഏവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുക. തിരുവനന്തപുരം കോട്ടഹേൽ സ്കൂളിലാണ് ഈ ജില്ലാ മത്സരം നടന്നത്. 12 സബ് ജില്ലയിൽ നിന്നും 209 കുട്ടികളാണ് ഈ ഒരു ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തിയത്. മുമ്പ് നടന്ന സബ് ജില്ലാ മത്സരങ്ങളെ പോലെ സ്പോർട്സ് കൗൺസിൽ അംഗീകൃത ജില്ലാ കരാട്ടെ അസോസിയേഷനായ സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ ഓഫ് തിരുവനന്തപുരം അഥവാ SKTയുടെ സാങ്കേതിക സഹായത്തോടു കൂടിയാണ് ഈ ജില്ലാ ചാമ്പ്യൻഷിപ്പും നടന്നത്. അണ്ടർ 19 എന്ന കാറ്റഗറിയിലാണ് മത്സരങ്ങളെല്ലാം നടന്നത്. ഒരു ഇവന്റിൽ ഒരു കുട്ടിക്കാണ് ഒരു സ്കൂളിൽ നിന്നും ചാൻസ് ഉള്ളത്. അങ്ങനെ സബ് ജില്ലകളിൽ നിന്നും വിജയിച്ച കുട്ടികളാണ് ഈ ജില്ലാ ടൂർണമെന്റിൽ പങ്കെടുത്തത്. 209 കുട്ടികളാണ് ആൺകുട്ടികളും പെൺകുട്ടികളുമായി ഈ മത്സരത്തിൽ പങ്കെടുത്തത്. കൃത്യമായ ഭാര പരിശോധനയും സുതാര്യമായി മത്സരാർത്ഥികളെ വിളിച്ച് ലോട്ടിട്ട് പിക്ചർ തയ്യാറാക്കിയുമാണ് മത്സരങ്ങൾ നടന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നും വ്യത്യസ്ത കരാട്ടെ സ്കൂളുകളിൽ നിന്നും എത്തിയ റഫറിമാരുടെയും ജഡ്ജിമാരുടെയും നേതൃത്വത്തിൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഭംഗിയായി തന്നെ നടത്താൻ സാധിച്ചു. തിരുവനന്തപുരം കോട്ടഹിൽ സ്കൂളിൽ വെച്ചാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. കുട്ടികൾ ആകാംക്ഷയോട് കൂടിയാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പിനെ നോക്കിക്കാണുന്നത്. മറ്റു പല ഗെയിംസിലും പങ്കെടുത്തെങ്കിലും കരാട്ടെ ആദ്യമായിട്ട് ഗെയിംസിൽ ഉൾപ്പെടുത്തിയത് കരാട്ടെ ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പല കുട്ടികളുള്ളത്. നമുക്ക് എന്തായാലും കോട്ടഹിൽ സ്കൂളിന്റെ അഭിപ്രായം കൂടി ചോദിക്കാം. എങ്ങനെയാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കണ്ടപ്പോൾ എങ്ങനെ തോന്നുന്നു? അത് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ചാമ്പ്യൻഷിപ്പ് കാണുന്നത്. പിന്നെ അത് കണ്ടപ്പോ നല്ല രസമുണ്ട്, ചേരണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ അത് എന്താണ് വീട്ടിലൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ സമ്മതം കിട്ടൂലേ? അത് പറ്റൂല. സർക്കാർ സ്കൂളിലും കരാട്ടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടോ? ഓ ഉണ്ട്. എങ്ങനെയാണ് കണ്ടപ്പോൾ ചാമ്പ്യൻഷിപ്പ് കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? എനിക്ക് നല്ല പ്രൗഡ് ഉണ്ട്, കാരണം ആദ്യമായാണ് ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ നടക്കുന്നത്. അഭിമാനമുണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്നല്ലേ. കരാട്ടെ പഠിക്കണമെന്ന് ആഗ്രഹം തോന്നിയോ? ഉണ്ട്, പക്ഷെ വീട്ടുകാർ സമ്മതിക്കൂല. എന്തുകൊണ്ട് കാര്യം? പെണ്ണല്ലേ. പെൺകുട്ടികളാണ്, ഇത്രയും നിന്ന പെൺകുട്ടികളാണ് ഇപ്പൊ മത്സരം. ഞാൻ വേറൊരു ഇതിലുണ്ട്, ഏതിലാണ്? ഹോക്കി. എങ്ങനെ തോന്നുന്നു? കരാട്ടെ പഠിക്കാൻ ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? മത്സരം കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? കൊള്ളാമായിരുന്നു, അടിപൊളിയായിരുന്നു. എങ്ങനെയാണ് കണ്ടപ്പോൾ? നല്ല രസമുണ്ടായിരുന്നു. പേഴ്സണലി എനിക്ക് പണ്ടേ പഠിക്കണം താല്പര്യം ഒരു സ്പോർട്സ് ആയിരുന്നു കരാട്ടെ. പക്ഷേ ചില സാഹചര്യം കൊണ്ട് പറ്റിയില്ല. പിന്നെ സ്കൂളിൽ തന്നെ ബേസ്ബോളിനും ഉണ്ട് ഞാൻ ഇപ്പം. അപ്പൊ ഇത് കാണുമ്പോൾ നല്ല രസമുണ്ട്. സർക്കാർ തലത്തിലെ സ്കൂൾ ഗെയിംസ് ഇപ്പൊ സർക്കാരാണ് നടത്തുന്നത്. നമ്മുടെ സ്കൂൾ ഗെയിംസിലാണ് ഉൾപ്പെടുത്തുന്നത്. ഒളിമ്പിക്സ് ആണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ സർക്കാർ സ്കൂളിലും ഇത് വന്നാൽ അത് കൂടുതൽ വരണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കരാട്ടെ കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഇത് കണ്ടതിൽ എനിക്ക് കുറച്ചും കൂടി ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് വേണ്ട. ആക്റ്റീവ് കൂടി അതോ വേണ്ടെന്നാണോ? വേണമെന്നുണ്ട്, പക്ഷെ വീട്ടിൽ സമ്മതിക്കില്ല, നടന്നില്ല. എന്തുകൊണ്ടാണ് വീടിനകാരോട് നമ്മളിപ്പോ അവനസ് ഉണ്ടായി കൊടുക്കുന്നത്? ഇന്ന് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നേരെ അക്രമങ്ങൾ ഒരുപാടുണ്ട്. ആ പെൺകുട്ടികൾ സ്വന്തമായ രീതിയിൽ എല്ലായിടത്തും പോകുന്നുണ്ട്, അപ്പോഴും അക്രമമുണ്ട്. ഇതൊക്കെ നമ്മൾ ഡിഫെൻസ് ചെയ്യണം. മാത്രമല്ല ഇപ്പോൾ സ്കൂൾ ഗെയിംസിന്റെ ഉൾപ്പെടുത്തിയ കാരണം ഗ്രേസ് മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാ തലത്തിലും നമുക്ക് കരാട്ടെ മെച്ചപ്പെടുത്താൻ സാധിക്കും. അപ്പൊ നിങ്ങൾ പാരന്റ്സിനെ അതിനെ പറഞ്ഞ് മോട്ടിവേഷൻ കൊടുക്കേണ്ടത് അല്ലേ? വേണ്ടേ? യെസ്. അപ്പൊ അങ്ങനെ പോണം. എന്താണ് കൊച്ചു സുന്ദരിമാര്? എന്താ പേര്? നന്ദിനി. ശിവാനി. കരാട്ടെ കണ്ടപ്പോ എന്ത് തോന്നുന്നു? ചേരണമെന്നുണ്ട്, പക്ഷെ വീട്ടിൽ സമ്മതിക്കില്ല. എല്ലാരും വീട്ടിൽ സമ്മതിക്കില്ലെന്നാണല്ലോ. ഇതെന്തോ ഭീകര സംഭവമാണോ? അല്ലല്ലോ, വീട്ടുകാർ സമ്മതിക്കാത്തതാണ്. അപ്പൊ ആദ്യം നമുക്ക് അമ്മമാർക്ക് ഒരു കൗൺസിലും കൊടുക്കണം. അമ്മയാണ് കുഴപ്പം, അച്ഛനൊക്കെ എല്ലാത്തിനും. അപ്പൊ അമ്മമാർ കാത്തിരിക്കണം, അച്ഛന്മാർ കുഴപ്പമില്ലെന്നാണ്. എന്താണ്
എന്റെ വീട്ടിൽ അമ്മ അച്ഛനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്, പക്ഷെ എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടാണ് താല്പര്യമില്ല? അത് നമുക്ക് വീടിന്റെ അടുത്തായിട്ടൊന്നും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വരാറില്ല. എവിടെയാണ് വീട്? എവിടെയാ വീട് വട്ടിയൂർക്കാവ്. അവിടെ ഒന്നും ഇല്ലേ? എവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ. നമ്മുടെ വീടിന്റെ അടുത്തായിട്ടില്ല. അപ്പോ ദൂരെ പോയി പഠിക്കാനൊരു മടി, അതാണ്. മടിയുണ്ട്. Yes, okay. അപ്പൊ എന്തായാലും ഇവിടുത്തെ കുട്ടികളുടെ ഈ ഒരു അഭിപ്രായമാണ്. ഈ പറഞ്ഞതുപോലെ കാരണം കുട്ടികൾക്കൊക്കെ ആഗ്രഹമുണ്ട്, എന്നാൽ അതിന് പേരൻസ് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് കുട്ടികൾ വളരെയധികം പ്രയാസത്തോടു കൂടി പറയുന്നത്. എങ്കിൽ ആദ്യം പേരൻസ് ആണ് ഇത് മനസ്സിലാക്കേണ്ടത്. കാരണം പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് പെൺകുട്ടികളാണ് കൂടുതൽ പഠിച്ചിരിക്കേണ്ടത്. പ്രത്യേകിച്ച് സെൽഫ് ഡിഫൻസ് അക്രമം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതും പെൺകുട്ടികളുടെ ഭാഗത്താണ്. അവർക്ക് ഒരു സ്കിൽ വർദ്ധിക്കാനും അതോടൊപ്പം തന്നെ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂൾ തലത്തിൽ തന്നെ ഗ്രേസ് മാർക്ക് കിട്ടാനും കരാട്ടെ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ചാമ്പ്യൻഷിപ്പ് വഴി സാധിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പാരൻസ് അതിൽ ഉണർവുണ്ടാകണം. സർക്കാർ പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളിൽ ഇപ്പോൾ URC പോലെയുള്ള 10 ദിവസം നീണ്ടു നിൽക്കുന്ന സെൽഫ് ഡിഫൻസ് ഭാഗമായിട്ടുള്ള കരാട്ടെ അഭ്യസിക്കുന്നവരെങ്കിൽ ഒരു കരാട്ടെ തുടർ പഠനമായിട്ട് കൊണ്ടുവരണം എന്നതാണ് മലയാള പറയാനുള്ളത്. അല്ലല്ല, സ്ഥിരമായിട്ട് പങ്കെടുക്കാറുണ്ട്. അല്ലാതെ ഒരു കരോട്ടെ കോമ്പറ്റീഷന് പോകാറുണ്ട്. ഇംപ്ലിമെന്റ് HS എങ്ങനെയാണ് ഇപ്പോ ഈ മത്സരത്തിൽ എങ്ങനെയാണ് മെഡൽ കിട്ടിയോ? സെലക്ഷൻ ആയോ? ഇല്ല, നടക്കാൻ പോകുന്നതേ ഉള്ളൂ. നേരത്തെ എങ്ങനെയാണ് പഠിക്കുമ്പോൾ സാധാരണ ഈ കരാട്ടെ പഠിച്ചാൽ അവർ കൂടുതൽ വികൃതിയായി മാറും എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു സ്വഭാവം പോലെ മുമ്പ് ശേഷം? ഇല്ല ഇല്ല ഇല്ല, അവന്റെ താല്പര്യത്തിൽ പോയതാണ്. അതില് വികൃതിയായിട്ടെങ്ങനല്ല, മെന്റലി അവര് സ്ട്രോങ് ആവും. അവര് മെന്റലി ഫിസിക്കലി സ്ട്രോങ് ആണ്. എന്റെ മരുവന്റെ മോൻ. എങ്ങനെയാണ് ഇത് നേരത്തെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് മത്സരിച്ചപ്പോ? കുഴപ്പമില്ല, നല്ല മത്സരം കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. എങ്ങനെയുണ്ട് ഈ മത്സരത്തിന് ചുറ്റുപാട്? സ്കൂൾ ഗെയിംസുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു മത്സരത്തെ എങ്ങനെ കാണുന്നത്? നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. എങ്ങനെയാണ് അവൻ കരാട്ടെ പഠിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നല്ല താല്പര്യം തന്നെ. ഈ ചാമ്പ്യൻഷിപ്പിന് നേതൃത്വം നൽകിയ SKTയുടെ സെക്രട്ടറി സമ്പത്ത് സെൻസായി മലയാള ന്യൂസിനോട് ഈ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് പറയും. സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായിട്ടുള്ള കരാട്ടെ റവന്യൂ ജില്ലാ മത്സരമാണ് ഇവിടെ തിരുവനന്തപുരത്ത് വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിൽ നടക്കുന്നത്. കരാട്ടെ 2018 സ്കൂൾ ഗെയിംസിൽ കേരളത്തിലൊരു കായിക ഇനമായിട്ട് ഉൾപ്പെടുത്തിയത്. നാഷണൽ സ്കൂൾ ഗെയിംസിൽ Under-19, Under-8, Under-17, Under-14 അങ്ങനെ 3 ഏജ് ഗ്രൂപ്പുകളിലായിട്ട് 68 കാറ്റഗറികൾ മത്സരം ഉണ്ടെങ്കിലും കേരളത്തിൽ Under-19 അതായത് സീനിയർ വിഭാഗം മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 24 വെയിറ്റ് കാറ്റഗറികളിൽ മാത്രമാണ് കേരളത്തിൽ മത്സരം നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ സ്കൂൾ ഗെയിംസ് തുടങ്ങിയതിന് ശേഷം 5ാമത് റവന്യൂ ജില്ലയാണ് കരാട്ടയുടെ കാര്യത്തിൽ നടക്കുന്നത്. ഇന്നിവിടെ തിരുവനന്തപുരം ജില്ലയിലെ 12 ഉപജില്ലകളിൽ നിന്നായിട്ട് 209 കുട്ടികളാണ് ഇവിടെ മത്സരിക്കുന്നത്. അത് പെൺകുട്ടികളുടെ 11 ഭാരവിഭാഗങ്ങളും ആൺകുട്ടികളുടെ 13 ഭാരവിഭാഗങ്ങളിലുമാണ് ഇന്നിവിടെ ഈ കുട്ടികൾ മാറ്റുരയ്ക്കുന്നത്. ഇതിൽ 1ാം സ്ഥാനം കിട്ടുന്ന കുട്ടികൾക്കാണ് സംസ്ഥാന സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന കരാട്ടെ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. ഈ വർഷം എറണാകുളത്ത് സ്കൂൾ ഗെയിംസ് സ്കൂൾ ഒളിമ്പിക്സ് എന്നുള്ള പേരിൽ ആദ്യമായിട്ട് നടത്തുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ അതില് കരാട്ടയും ഒരു മത്സര ഇനമാണെന്നുള്ളതിൽ അത് Under-19 മാത്രമാണെങ്കിൽ പോലും അത് മത്സര ഇനമാണെന്നുള്ള നിലയിൽ കരാട്ടെ പരിശീലകൻ എന്നുള്ള നിലയിൽ കരാട്ടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇപ്പൊ ഇതിൽ എപ്പോഴും വിവാദമാകുന്നതാണ് ഈ Under-19 എന്ന ഒറ്റ കാറ്റഗറി മാത്രമേ കരാട്ടയിൽ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ നമുക്ക് Under-17, Under-14 എന്നുള്ളത് വരുന്നുമില്ല. സത്യത്തിൽ അത് നിങ്ങൾക്ക് ഇടപെട്ടുകൊണ്ട് ഇതൊരു സാധാരണ പോലെ ബാക്കിയുള്ള ജൂനിയേഴ്സിനും പങ്കെടുക്കാൻ പറ്റുന്ന നിലയിൽ കൊണ്ടുവരാൻ സാധിക്കില്ലേ? അതിനൊരു പണി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ലേ? യഥാർത്ഥത്തില് ഇപ്പൊ കരാത്തയെ സംബന്ധിച്ച് ഈ 3 ഏജ് ഗ്രൂപ്പുകളുടെയും മത്സരം യഥാർത്ഥത്തില് നടത്തേണ്ടതാണ്. നാഷണലില് ഈ 3 ഏജ് ഗ്രൂപ്പിലും മത്സരം നടക്കുന്നതാണ്. പക്ഷെ ഇവിടെ നമുക്ക് Under-19 മാത്രം മത്സരം നടക്കുന്നത് കൊണ്ട് ഇവിടെ 6ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കാണ് ഈ Under-19 ഹയർ ഓപ്ഷൻ കൊടുത്ത് സബ് ജൂനിയർ കുട്ടികൾക്കും ജൂനിയർ കുട്ടികൾക്കും സീനിയറിൽ മത്സരിക്കാനുള്ള ഒരു അവസരമുണ്ട്. പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുതിർന്ന പ്രായത്തിലുള്ള കുട്ടികളോട് മത്സരിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കരാട്ടെ സംബന്ധിച്ച് ഈ Under-14 കോമ്പറ്റീഷൻ റൂൾ വ്യത്യാസമുണ്ട്, Under-17 റൂളിൽ വ്യത്യാസമുണ്ട്, അതുപോലെ Under-19 റൂളിൽ വ്യത്യാസമുണ്ട്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചെറിയ കുട്ടികൾ ഈ ഹയർ കാറ്റഗറിയിൽ മത്സരിക്കുന്നതിന് സ്വാഭാവികമായിട്ടും ഒരു റിസ്ക് ഉണ്ട്, അപകടം ഉണ്ടാവാൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അതിനകത്തുണ്ട്. അതുകൊണ്ട് സർക്കാരാണ് അതിന് ഒരു തീരുമാനം എടുക്കേണ്ടത്. അണ്ടർ 14 അണ്ടർ 17 ഒക്കെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ഞങ്ങളത് അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത് ഒരു ഇവന്റ് ആദ്യമായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ സീനിയർ അണ്ടർ 19 മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. 3 വർഷം തുടർച്ചയായിട്ട് മത്സരം നടക്കുകയാണെങ്കിൽ തുടർന്ന് അതിനെ ജൂനിയർ കാറ്റഗറി ഉൾപ്പെടുത്തുമെന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. പക്ഷെ ഇത് കരാട്ടെ കേരളത്തിൽ ഒരു സ്കൂൾ ഗെയിംസിലെ ഒരു മത്സര ഇനമായിട്ട് ഇത് 5ാമത്തെ പ്രാവശ്യം. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിന്റെ ജൂനിയർ കാറ്റഗറികളും അവർ ഉൾപ്പെടുത്തേണ്ട അതിന്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനിയെങ്കിലും അടുത്ത വർഷമെങ്കിലും അത് സ്കൂൾ ഗെയിംസിന് അണ്ടർ 17 അണ്ടർ 14 ഒക്കെ ഉൾപ്പെടുത്തുമെന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ സൗകര്യങ്ങളും അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് കൊടുത്തുകൊണ്ടാണ് വളരെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ മത്സരം നടത്തിയത്. ഇപ്പൊ റവന്യൂ ജില്ലയുടെ മത്സരത്തിനെ സംബന്ധിച്ചും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് മത്സരത്തിന് വേണ്ട ഫെസിലിറ്റി ഒക്കെ കുറയ്ക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ അസോസിയേഷൻ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റെഫറി ജഡ്ജസിനുള്ള റെമ്യൂണറേഷൻ എല്ലാം സർക്കാർ കൊടുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ജില്ലയിൽ നിന്ന് ഇപ്പോൾ ജില്ലയിലേക്ക് മത്സരിക്കാൻ എത്തിയപ്പോൾ എന്താണ് തോന്നുന്നത്? നല്ല സന്തോഷമുണ്ട്. ചാൻസ് കിട്ടിയതുള്ളതിന് നല്ല സന്തോഷമുണ്ട്. മുഖ്യവരുടെ വെയിറ്റ് കൂടുതൽ അല്ലെങ്കിൽ കുറവൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു ടെൻഷനിൽ സ്ട്രെസ്സിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു വെയിൻ പ്രൊസീജിയർ കഴിഞ്ഞാലേ പിന്നെ ആ ഒരു ടെൻഷൻ മാറും. പലരും ഇപ്പോൾ ഫുഡ് പോലും കഴിക്കാതെ ആ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താണെന്ന് പറഞ്ഞു. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? പുറത്തോളം. എങ്ങനെയാണ് സബ് ജില്ലയിൽ നിന്ന് ഇപ്പോൾ ജില്ലയിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷം? പിന്നെ എനിക്ക് വെയിറ്റ് കുറവായിരുന്നു, പിന്നെ കൂട്ടി ഇല്ല. പിന്നെ ഫൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ പ്രതീക്ഷയുണ്ട്. ഓക്കെ. എങ്ങനെയാണ് സബ് ജില്ലയിൽ നിന്ന് ജില്ലാ മത്സരത്തിൽ എത്തുമ്പോൾ എന്താണ് ഒരു അനുഭൂതി? ഏത് വെയിറ്റ് കാറ്റഗറിയിലാണ്? എങ്ങനെ സബ് ജില്ലയിൽ എങ്ങനെയായിരുന്നു മത്സരിക്കാം? ഇനി നാഷണലിലേക്ക് പോകും, സ്റ്റേറ്റിലേക്ക് പോകും എന്നുള്ളൊരു ഉറപ്പുണ്ടോ? കോൺഫിഡൻസ് ഉണ്ട്. ആരാണ് മാസ്റ്റർ? പ്രദീപ് മാഷാണ്. ഓക്കെ. എങ്ങനെയാണ് ഇപ്പോൾ ഈ ഉപജില്ലയിൽ നിന്ന് നമ്മുടെ ജില്ലയിലേക്ക് വന്നു, ഇതിൽ മത്സരിച്ചപ്പോൾ എങ്ങനെ തോന്നുന്നു? ഏത് കാറ്റഗറിയിലാണ് മത്സരിച്ചത്? ഏത് വെയിറ്റിലാണ്? 50 കിലോ. എങ്ങനെ കിട്ടിയുണ്ടോ? അത് സെലക്ഷൻ കിട്ടിയില്ല. കിട്ടാത്തതിന് നിരാശയുണ്ടോ? മത്സരിക്കും. എങ്ങനെയാണ് ഈ ഒരു സ്കൂൾ തലത്തിലുള്ള ചാമ്പ്യൻഷിപ്പ് അല്ലാതെ അല്ലാതെ മറ്റേതെങ്കിലും എങ്ങനെയാണ് അതിലൊക്കെ കിട്ടുന്നുണ്ടോ? അപ്പോൾ ഇനി അടുത്ത മാസം നമുക്ക് എന്താണ് കാണിക്കാം. ഇപ്പം എന്താണ് പഠിക്കുന്നത്? 9. ആരുടെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം? സെൻസായി സമ്മതം എവിടെ നിന്നാണ്? ബാലരാമ സമ്മതം. ഓക്കെ. അടുത്ത മാസം നമുക്ക് ഇറക്കാം. ഓക്കെ. സാധാരണ നടക്കുന്ന പോലെ തന്നെ ആദ്യം ഗേൾസ് വിഭാഗത്തിലും പിന്നീട് ബോയ്സ് വിഭാഗത്തിലുമാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. 2 തട്ടാമിയിലായിട്ടാണ് ഈ മത്സരം സംഘടിപ്പിച്ചത്. രാവിലെ 8:30 തന്നെ ആരംഭിച്ച ഈ ഒരു മത്സരം വൈകുന്നേരം 5 മണിയോടുകൂടി തന്നെ മുഴുവൻ കുട്ടികളെയും മത്സരിപ്പിക്കാൻ സംഘാടക സമിതിക്ക് സാധിച്ചു എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. ഞാൻ കഴിഞ്ഞ വർഷം നാഷണലിൽ പോയതാണ്. ഇപ്പം എനിക്ക് ഈ വർഷം കഴിഞ്ഞ തവണത്തെക്കാട്ടും ഒരുപാട് നമുക്ക് ഇപ്പം പ്ലേയേഴ്സ് എല്ലാം നല്ലോണം അല്ലാത്ത ഗെയിംസും എല്ലാം കളിച്ച് നല്ലപോലെ ഡെവലപ്പ് ആയിട്ടുണ്ട്. കഴിഞ്ഞ തവണയെന്ന് വെച്ചാൽ കൂടുതൽ പേരും വെയിറ്റ് ഒന്നും കറക്റ്റ് കൊടുക്കാതെയും അല്ലാതെ ആയിട്ട് വന്ന് പുറത്താവുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം വളരെ ഞാൻ -45 വരെയാണ് കളിക്കുന്നത്. കഴിഞ്ഞ വർഷം അതിൽ തന്നെയാണ് കളിച്ചത്, നാഷണലിൽ പോയത്. ഞാൻ ഇതെന്റെ 2ാമത്തെ സ്കൂൾ ഗെയിംസ് ആണ്. ഇപ്രാവശ്യം ഫസ്റ്റ് അടിച്ച് സ്റ്റേറ്റിലോട്ടാണ്. ഇപ്പോഴത്തെ മത്സരത്തിൽ കുറച്ചുകൂടെ നല്ല ഡെവലപ്പ് ആയിട്ടുള്ള ആളുകളോടാണ് ഫൈറ്റ് വന്നത്. കഴിഞ്ഞ തവണത്തെ -32 ഇപ്പൊ കുറച്ചുകൂടെ ആളുകൾ ഉണ്ടായിരുന്നു കളിക്കാൻ. നേരെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇല്ലില്ല, തുടങ്ങാൻ പോണേ ഉള്ളൂ. ജയിക്കും, തോറ്റാലും കുഴപ്പമില്ല, ജയിച്ചാലും കുഴപ്പമില്ല. കാരണം തോൽവിയും ഒരു ലെസണാണ്, വിജയം ഒരു ലെസണാണ്. തോറ്റ് കഴിഞ്ഞാൽ തോൽവി എന്താണെന്ന് മനസ്സിലാക്കി അടുത്തതിന് വിജയിക്കാനുള്ള ഒരു കരുത്ത് നമുക്ക് കിട്ടും. വിജയിച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള മോട്ടീവും കിട്ടും. 10ല്. അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഒരു 3 വർഷം ചെയ്തിട്ടുണ്ട്. ആ ടൈമിലൊന്നും കിട്ടിയിട്ടില്ല, യങ്ങായിരുന്നു. ഇപ്പം ബിലോ 70. ആറ്റിങ്ങൽ കരാട്ടെ ടീം.
താങ്ക് യു. രണ്ടുപേർക്കും നാഷണൽ ലെവലിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടി. ഇനി ഇന്റർനാഷണൽ ലെവലിൽ ഉണ്ടായിരുന്നു കൊറിയയില്. പൈസ ഇല്ലാത്തതിനാലാണ് പോകാത്തത്. നമുക്ക് അടുത്ത പ്രാവശ്യം പോകുമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഇവനും പോകും, കിട്ടും എന്നൊക്കെയാണ് ഉറപ്പ്. എങ്ങനെയാണ് അതില് ബാക്ക് സപ്പോർട്ട് എങ്ങനെയാണ്? മാസ്റ്റർമാരുടെ കയ്യിൽ നിന്ന്, സ്കൂളിൽ നിന്നൊക്കെ സപ്പോർട്ട് ഉണ്ടോ? മാസ്റ്റർമാരും സ്കൂളിൽ നിന്നും വീട്ടിന്റെ അടുത്തുള്ളവരും എല്ലാവരും സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ജില്ല ജയിച്ച് സ്റ്റേറ്റ് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. ജില്ല ജയിച്ച് സ്റ്റേറ്റാണ്, സ്റ്റേറ്റ് ജയിച്ച് നാഷണൽ പോകണം. അതിനാണ് ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത്. കിട്ടുന്ന പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഈ സ്കൂൾ ഗെയിംസിൽ, അതാ സർക്കാർ നടത്തുന്ന സ്കൂൾ ഗെയിംസ് അല്ലാതെ മറ്റുള്ള മത്സരം പങ്കെടുക്കുമ്പോൾ ഇതേപോലെ മെഡൽ കിട്ടിയിട്ടുണ്ടോ? മറ്റുള്ള മത്സരങ്ങൾ എനിക്ക് കരാട്ടെയാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ 6 വയസ്സ് മുതൽ കരാട്ടെ പഠിച്ചു തുടങ്ങിയതാണ്. ഞാൻ ഫസ്റ്റ് ഞങ്ങൾ സ്കൂൾ ഗെയിംസ് ജില്ല ജയിക്കുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയില്ല, പ്രതീക്ഷയ്ക്കായിരുന്നു, പക്ഷേ കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് വാശിയായി ജില്ല ജയിക്കുന്നത്. ജില്ല ജയിച്ച് ഗോൾഡ് കിട്ടി. ഓക്കെ, എങ്ങനെയാണ് മോളത് മത്സരിച്ചോ? എങ്ങനെയാണ് എങ്ങനെയാണ് ഈ പറഞ്ഞ സ്കൂൾ ഗെയിംസിൽ അല്ലാതെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നു? അതിലെങ്ങനെയാണ് മെഡല് കിട്ടിയിട്ടുണ്ട്? ഓക്കെ, എങ്ങനെയാണ് മത്സരിച്ചോ? കോളേജിലാണ് പറയുന്നത്, കോളേജിലേക്കില്ല. എങ്ങനെയാണ് ഈ ഒരു കരാട്ടെ നല്ലൊരു കോച്ചിങ് ആയിട്ട് കൊടുത്ത് കോച്ച് ചെയ്യുന്നതാണ്? ഓക്കെ, ചാമ്പ്യൻഷിപ്പ് നേരത്തെ മുൻപ് ഈ സ്കൂൾ ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് അല്ലാതെ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് മെഡൽ കിട്ടിയിട്ടുള്ളത്? ഇതിപ്പോ ഏത് വെയിറ്റിലാണ് മത്സരിക്കണേ? 54. ഓക്കെ, മത്സരം എന്താണ് ഒരു പ്രതീക്ഷ? ജയിക്കുമെന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ജില്ലാ കരാട്ടെ മത്സരത്തിന്റെ വിശേഷങ്ങൾ. നേരത്തെ സബ് ജില്ലയിൽ നിന്നും മത്സരിച്ച കുട്ടികൾ, അഥവാ ഓരോ ഇവന്റിൽ നിന്നും ഒരാൾക്ക് മാത്രമാണ് ചാൻസ് ഉള്ളത്. അവരെങ്ങനെയാണ് അവർ ഈ ഒരു ജില്ലാ മത്സരത്തിലെത്തിയത്? ഈ ഉപജില്ലാ മത്സരത്തിന് ശേഷം ഇനി നടക്കുന്ന സ്റ്റേറ്റ് ആണ്. നവംബർ ആദ്യ വാരത്തിലാണ് ഇത് എറണാകുളത്ത് വെച്ച് നടക്കുക. അവിടെ ആയിരുന്നു നമുക്ക് ഈ ചാമ്പ്യൻ ആരാണ് എന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധ്യത. പിന്നീട് അത് നാഷണലിലേക്ക് പോകും. എന്തായാലും വളരെയധികം പ്രതീക്ഷയോടുകൂടി ഇതിനാണ് കുട്ടികൾ മത്സരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. ഉയർന്ന അക്കാഡമിക് ലെവലിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ഭാഗമായി ഇതേപോലെ ആക്ടിവിറ്റിക്കും കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ സ്കൂൾ ഗെയിംസിൽ അഥവാ ചാമ്പ്യൻഷിപ്പ് ഇപ്പൊ നടക്കുന്നത്. ഒളിമ്പിക്സ് ആയിട്ടാണ് ഈ ഒരു ഇവന്റ് അവസാനിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും അതിന്റെ വിശേഷങ്ങളാണ് ഇവിടെ ഇതിനെ ചുക്കാൻ പിടിച്ച സമ്പത്ത് സെൻസായി പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇതിന്റെ പാരന്റ്സിന്റെയും കുട്ടികളുടെ അഭിപ്രായവും നിങ്ങൾ പങ്കുവച്ചു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതിനു വേണ്ടി അഥവാ നവംബറിലേക്കുള്ള ചാമ്പ്യനെ കണ്ടെടുക്കാൻ വേണ്ടിയുള്ള പ്രാക്ടീസ് ആയിരിക്കും ഇനി തുറന്നുള്ള കരാട്ടെ ക്ലാസ്സുകൾ നടക്കുക. എന്തായാലും നല്ലൊരു തലമുറയെ ആരോഗ്യത്തോടുകൂടി വാർത്തെടുക്കാൻ ഈ കരാട്ടയ്ക്ക് ഉതകട്ടെ. ഈ പറഞ്ഞ പോലെ അണ്ടർ 19 എന്നുള്ള കാറ്റഗറിക്ക് അപ്പുറം വീണ്ടും 17, 14 എന്ന കാറ്റഗറി തരംതിരിച്ചാൽ മാത്രമേ നമുക്ക് തന്നെ കൂടുതൽ ചാമ്പ്യന്മാരെ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതിന് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കട്ടെ എന്നത് കരാട്ടക്കാരൻ നിലയ്ക്ക് എനിക്കും അതിയായ ആഗ്രഹമുണ്ട്, പ്രതീക്ഷയുണ്ട്. എന്നാൽ പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം വിട. ബൈ. മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. വാർത്തകളുടെ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.